ചോദ്യം നമ്പർ 190 ശ്രീ കെ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട ധനകാര്യ മിനിസ്റ്റർ FM. ശ്രീ കെ രാമേന്ദ്രൻ, യെസ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, 190. ഉണ്ട് സാർ. സാർ, നെൽകർഷകർക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെ പറ്റിയാ സാർ. ഇവര് ഈ 10 ചോദ്യവും 12 ചോദ്യവും 15 ചോദ്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രതിപക്ഷം ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഈ സഭയ്ക്കകത്ത് ഒരു കാര്യവും ചെയ്യാത്തതുണ്ട്. അതുകൊണ്ട് എത്ര ചോദ്യവും ഉണ്ട് സാർ. പിന്നെ പറഞ്ഞൊപ്പിക്കൊന്നുമല്ല. നെൽകൃഷികർക്കുള്ള സാമ്പത്തിക ആനുകൂല്യം സാർ. സാർ അതൊന്ന് പറയാം സാർ. നെല്ലിന്റെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന സർക്കാരിന്റെ പ്രഥമ പരിഗണനയുള്ള കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയിൽ കീഴിൽ സാർ ഉൽപ്പാദനം സാർ, എനിക്ക് യാതൊരു സംശയമില്ല. ഈ തരത്തിലാണ് സാർ ഇവർ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് കാര്യം പറയുന്നത് സാർ. 190ാമത്തെ ചോദ്യം ചോദിച്ചാൽ 190ാമത്തെ ചോദ്യം നെൽകർഷകരുടെ കാര്യം പറയുമ്പോൾ ഇവരിതൊന്നും മനസ്സിലാക്കാതെ ഏതോ മായാലോകത്താണ് സാർ. ഇവരാകെ കൺഫ്യൂഷനിലാണ് സാർ. ആദ്യം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കാണ് 85-90 കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പൊ കണക്കെടുത്തപ്പോ താഴോട്ട് വന്നു. ആകെ കൺഫ്യൂഷനിലാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, എന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ചോദ്യമൊക്കെ ഞങ്ങൾ ചോദ്യം ഉത്തരവാദിത്തോടാ. നിങ്ങൾ അതെങ്കിലും ശ്രദ്ധിക്കേ. നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ. പറയുന്ന തെറ്റല്ലേ, അബദ്ധമല്ലേ, അബദ്ധ പഞ്ചാംഗമല്ലേ സാർ. നെൽകർഷകരുടെ കാര്യത്തിലൊന്നും ഇവർക്കൊരു താല്പര്യമില്ല സാർ. നെല്ലിന്റെ ഈ നാട്ടുകാർ കാണുന്നുണ്ട് സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയുടെ കീഴിൽ ഉൽപ്പാദനോപാധികൾക്ക് മാത്രം 297.23 കോടി രൂപ. കൂടാതെ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി RIDF പദ്ധതി വഴി 666.61 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ. അടിസ്ഥാന വിലയും സംസ്ഥാന പ്രോത്സാഹനവുമാണ് ചേർത്ത് സാർ കിലോഗ്രാമിന് 30 രൂപ. കിലോഗ്രാമിന് 30 രൂപയാണ് കേട്ടോ നെല്ലിന് ഇപ്പൊ തറവല കേട്ടോ. അത് സാർ കർഷകന് സാർ ഇതുപോലെ അത്യുത്പാദന ശേഷിയുള്ള നെൽവിത്ത് അതിന് ഹെക്ടറിന് 5500, നെൽവയലുകൾ ഉടമസ്ഥർക്ക് റോയൽറ്റി ആയിട്ട് 3000, നെൽവയലിന്റെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിനായി നെൽകൃഷിക്കുള്ള കുമ്മായത്തിന് ഹെക്ടറിന് 5400, തരിശു നെൽകൃഷിക്ക് 5000, ഹെക്ടറിന് 35,000, ഓരോ കർഷകരും 5000 സാർ. ഇങ്ങനെ വിവിധ പദ്ധതി ഇത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ലിസ്റ്റാണ് സാർ. നെല്ലിന് വളരെ വലിയ ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് സാർ. അതെല്ലാം കൊടുക്കുന്നുണ്ട് സാർ. ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയണം സാർ. ഇതിനകത്ത് ഉപചോദ്യമുണ്ട് സാർ. എന്താ വെച്ചാൽ ആ ചോദ്യം സാർ ഇപ്പോ ഈ ഇന്ത്യ ഈ ചോദ്യം ഇവിടെ പറയേണ്ടതാണ് സാർ. നെൽകൃഷിക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ള ചോദ്യമുണ്ട് സാർ. സാർ നിലവിൽ സാർ ഇതിനെപ്പറ്റിയെങ്കിലും പ്രതിപക്ഷത്തിന് കേരളത്തിലെ കർഷകരോട് ഒരു താല്പര്യമുണ്ടെങ്കിൽ കേൾക്കേണ്ടതാണ്, പുറത്ത് സമരം ചെയ്യേണ്ടതാണ് സാർ. നിലവിൽ MSP 23.69 രൂപയും സംസ്ഥാന പ്രോത്സാഹന ബോണസ് 6.31 രൂപയും ചേർത്ത് കിലോഗ്രാമിന് 30 രൂപ നെല്ലിന്റെ സംഭരണ വിലയെ കർഷകർക്ക് നൽകുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം MSPക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സാർ. പ്രോത്സാഹന ബോണസ് കൊടുക്കേണ്ടതെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് സാർ. നെല്ല്, ഗോതമ്പ്, അരി ഇതിനൊക്കെ ഉൽപ്പാദനത്തിന് ഇങ്ങനെ കൊടുക്കുന്നത് അധിക ബാധ്യത സൃഷ്ടിക്കുന്നതാണ് അവരുടെ അഭിപ്രായം സാർ. താങ്ങുവില സംസ്ഥാനങ്ങളുടെ ഉൽപ്പാദന ചെലവുകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്നും വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ അഭിപ്രായം സാർ. ഇത് നമ്മുടെ ബോണസ് തുടരും. ഏത് കേന്ദ്രം പറഞ്ഞാലും നമ്മൾ നമ്മുടെ ബോണസ് കൊടുക്കും, തുടരും. നെൽകൃഷിക്കാർക്ക് ആ പണം കൊടുക്കും. ഇപ്പൊ നെല്ല് കൃത്യമായി എടുക്കുകയും സമയത്ത് സഹകരണ സംഘങ്ങളെ കൂടെ ഏർപ്പെടുത്തി ആ പണം കൊടുക്കുന്ന സംവിധാനം കൂടി വന്നിട്ടുണ്ട് സാർ. സാർ അടുത്തൊരു കാര്യം കൂടി ഈ ചോദ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കേൾക്കേണ്ടതാണ് സാർ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കുറേ ബഹളമോട് ഉണ്ടാക്കുന്നുണ്ട് ഈ ന്യായം പറഞ്ഞിട്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇവരൊന്നും മനസ്സിലാക്കില്ല സാർ. ഇന്ത്യ-US വ്യാപാര കരാർ കാർഷിക രംഗത്തെ ഉൽപ്പാദനം മരവിപ്പിക്കുന്നതിന് വഴിതെളിക്കുന്നുണ്ടോ എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ സാർ. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ചും ഓരോ ഉൽപ്പന്നങ്ങളുടെ തീരുവ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടില്ല. എന്നാൽ ഉയർന്ന സബ്സിഡി നൽകി ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ തീരുവയിൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചാൽ ആഭ്യന്തര കർഷകർ കടുത്ത സമ്മർദ്ദത്തിന് വിധേയമാകും എന്നുള്ള അഭിപ്രായമാണുള്ളത് സാർ. റബ്ബർ, വെളിച്ചെണ്ണ, ഡയറി, അതായത് പാലുൽപാദനം, പൗൾട്രി ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിന് കാരണമാകുമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്.
കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ അമേരിക്ക നിശ്ചയിക്കുകയാണെങ്കിൽ കുറഞ്ഞ താങ്ങുവില ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റു ഉൽപ്പാദക രാജ്യങ്ങളുമായി അമേരിക്കൻ യൂണിയൻ മത്സരിക്കാൻ ബുദ്ധിമുട്ടാവും. സാർ, അതിനാൽ തന്നെ ഈ കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങണമെന്നും കേന്ദ്ര സർക്കാരിനോട് കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ, ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിന് നട്ടലൊടിക്കുന്ന കാർഷിക മേഖലയും വ്യവസായവും തകർക്കുന്ന ഒരു കരാറിനെ പറ്റി പോലും ഈ സഭയിൽ ഒരക്ഷരം പറയാൻ തയ്യാറാവാതെ അന്ന് മുതൽ ഇരിക്കുന്ന ആളുകളാണ് സാർ. അന്ന് മുതൽ ഇരിക്കുന്ന ആളുകളാണ്. കാരണം അത്രയും ഉത്തരവാദിത്വവും ആത്മാർത്ഥത ഇല്ലാത്ത പ്രതിപക്ഷം എന്തിനാണ് സാർ അങ്ങനെ പ്രതിപക്ഷം? ഈ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ പോലും പറയാൻ തയ്യാറാവാത്ത നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം ഇത് അവിടെ പറയുന്നു? നിങ്ങൾ ഈ കാര്യം എന്തെങ്കിലും പറയാൻ പോകണം. അവിടെ തയ്യാറാവുന്നോ? അവിടെയും തയ്യാറാവുന്നില്ല, ഇവിടെയും തയ്യാറാവുന്നില്ല. അവിടെയും നിങ്ങളെന്താ ചെയ്ത്? അവിടെയും പോയി ശബരിമല ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിനെപ്പറ്റിയും ചർച്ച ചെയ്യുന്നില്ല. പുറത്തു പോയി ഇതേ പാട്ടാണ്. സാർ, ഇത് അങ്ങേറ്റം ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിലെ കർഷകരുടെ കാര്യം, ഈ കാര്യത്തിൽ ഉൾപ്പെടെ നിങ്ങളൊരു റെസൊല്യൂഷൻ തയ്യാറാകുന്നുണ്ടേ. ഇവിടുന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സാർ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് സാർ. 10 ലക്ഷം കൃഷിക്കാർക്ക്, ഞാൻ പറയാണ്, 10 ലക്ഷം കൃഷിക്കാർക്കകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പശുവിന്റെ പാല് വിറ്റ് മാത്രം ജീവിക്കുന്ന 10 ലക്ഷം കൃഷിക്കാരുണ്ട് സാർ. 1 ലിറ്റർ പാല് 30 രൂപയ്ക്ക് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോവാ. 60 രൂപ വരെ കിട്ടുന്ന പാല് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്ത കൃഷിക്കാരുടെ സ്ഥിതി എന്താ സാർ? സാർ, വണ്ടിക്ക് ഡീസലിന്റെ വില കൂടിയ, പെട്രോളിന്റെ വില കൂടിയ, വണ്ടി മാറ്റി പാർക്ക് ചെയ്യാം സാർ. പശുവിനെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? പശുവിന് തീറ്റി കൊടുക്കാതെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? എന്തു ചെയ്യും? കർഷകൻ അതുകൊണ്ട് എന്താ ചെയ്യുക? ഈ പശുവിനെ ഒന്നും കൊടുക്കാൻ പറ്റാതെ ഇറച്ചി വിലയ്ക്ക് വിറ്റും. ഇറച്ചി വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിന് വില കിട്ടുമോ? എല്ലാത്തിനും ഇറച്ചി വിലയ്ക്ക് കിട്ടും. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. കാരണം കൃഷിക്കാരുടെ പ്രശ്നം വർത്താനം പറഞ്ഞാൽ പോരാ. 30 ലക്ഷം 40 ലക്ഷം പശുവിനെ എങ്ങനെ വിൽക്കും? എങ്ങനെ അവർ പശുവിനെ കൃഷി നടത്തും? കർഷകരുടെ കാര്യങ്ങളൊന്നും അറിയാതെ, അല്ലെങ്കിൽ അത് പറയാതെ, നിങ്ങളൊക്കെ കർഷക സംഘടനയുടെ ഭാരവാഹികളാണല്ലോ. എന്തെങ്കിലും താല്പര്യമുണ്ട് സാർ? ഈ കരാറിനെ പറ്റി പോലും ചർച്ച ചെയ്യാതെ ഇതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി പറഞ്ഞു, സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോയാൽ അങ്ങ് ഡൽഹിയിലേക്ക് അന്വേഷണം പോകും സാർ. കയ്യിൽ ഏലസ് കൊട്ടിക്കൊടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം പോകും. അതുകൊണ്ട് പറയാം SIT കൊള്ളുന്നില്ല, കോടതി കൊള്ളത്തില്ല. കോടതിക്കെതിരല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കെതിരെ എന്തിനാ പറഞ്ഞത്? SITയുടെ കാര്യം നോക്കുന്ന കോടതിയല്ലേ, ഹൈക്കോടതിയല്ലേ? ഞങ്ങളാണോ? ഹൈക്കോടതി നോക്കുന്നു. ഇപ്പൊ ഹൈക്കോടതി ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞ അഡ്വൈസ് ശ്രീധരൻപിള്ള കൂടെ ചേർന്നേക്കുക. ഇനിയും വരും പലതും വരും. ചോദിച്ചാൽ മതി, ഡൽഹി ചോദിച്ചാൽ മതി. ചോദ്യം ശ്രീ KK രാമേന്ദ്രൻ. സാർ, നെല്ല് സംഭരണത്തിന് കൂടുതൽ താങ്ങുവിലയും സഹായങ്ങളും പ്രത്യേകമായി നൽകുന്ന, കേന്ദ്രം നൽകുന്ന വിലയേക്കാൾ കൂടുതൽ നൽകുന്ന സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട അളകപ്പനഗർ, വരന്തരപ്പള്ളി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലുൾപ്പെടെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് മില്ലുടമകൾക്ക് കൈമാറുന്നതിന് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് യഥാസമയം ഏറ്റെടുക്കാത്തത് മൂലം വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് പൊതു സഹകരണ മേഖലയിൽ മില്ലുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള ശാശ്വത പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? പൊതു ഉടമസ്ഥയിൽ മില്ലുകൾ സ്ഥാപിക്കുമോ? സാർ, അതിന് അനുകൂലമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ 2-3 സഹകരണ നെൽമില്ലുകൾ, വ്യവസായ വകുപ്പ്, അതുപോലെ സഹകരണ വകുപ്പ് എല്ലാം ഇപ്പം ചെങ്ങന്നൂര്, പാലക്കാട് ഒരെണ്ണമുണ്ട്, പിന്നെ കോട്ടയത്ത്, ഇങ്ങനെയുള്ള മില്ലുകൾ വരുന്നുണ്ട്. കുട്ടനാടുള്ള മില്ല് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നു സാർ. സഹകരണ മേഖലയിൽ കൂടുതൽ, പൊതുമേഖലയിലും സഹകരണ മേഖലയിലും കുറച്ചുകൂടി നെല്ലുകൾ വരും. ഇപ്പോൾ തന്നെ ഓയിൽ പാമിൻ്റെ നെൽമില്ലുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് സാർ തീരുമാനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പെൻഷനുകൾ അർഹതയുള്ള മുഴുവൻ ജനങ്ങൾക്കും നൽകുന്നതിന് നടപടി സ്വീകരിച്ച LDF സർക്കാർ അർഹതയുള്ള മുഴുവൻ കർഷകർക്കും പെൻഷൻ അനുവദിക്കുന്നതിനും ഇതിനായി സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ കർഷകരുടെ അപേക്ഷകളും പരിഗണിച്ച് കാർഷിക പെൻഷൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, കർഷക പെൻഷൻ ഉൾപ്പെടെ കുറച്ച് പണം അധികമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കർഷക പെൻഷൻ ഓരോ മേഖലയിലും പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ഫണ്ടും കുറച്ച് അലോട്ട് ചെയ്തിട്ടുണ്ട് സാർ. എല്ലാ മേഖലയിലും അത് കൃത്യമായി കൊടുക്കും സാർ. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, നെൽകർഷകരുടെ വിഷയങ്ങളടക്കമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കേണ്ട സമയത്ത് അതിനെല്ലാം അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ പരിശ്രമമാണ് സാർ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്ര രൂപ ഇൻസെൻറ്റീവ് ബോണസായി നെൽകർഷകർക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അതിൻ്റെ കൃത്യമായ കണക്ക് നൽകാം സാർ. ഓരോ വർഷവും ഒരു 600-നും 1000-നും ഇടയ്ക്ക് കോടി പണം നൽകുന്നു. കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി കണക്ക് കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി
സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 5 കൊല്ലം കൊണ്ട് മാത്രം 2687 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ ബോണസ് ഇനത്തിൽ മാത്രമായി 2687 കോടി രൂപ കർഷകരുണ്ട്. ഇതേവരെയും ഇത്രയും തുക ഒരു ഗവൺമെന്റ് കാലത്ത് നൽകിയിട്ടില്ല. 2687 കോടി രൂപ ഗവൺമെന്റ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. സാർ, ഇക്കാര്യമൊക്കെ ഈ പ്രതിപക്ഷം ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ കാര്യം പറയുമ്പോൾ പൊന്നിന്റെ തട്ടിപ്പ് നടന്ന അന്വേഷണം നടക്കുന്ന കാര്യത്തിനകത്താണ് വിശ്വസിക്കുന്നത്. മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകന്റെ കാര്യത്തെക്കുറിച്ച് കൂടി ഗൗരവത്തിലെടുക്കാൻ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കുറുക്കോളി അടക്കമുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നോമ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, നോമ്പിന്റെ കാലഘട്ടത്തിൽ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നോമ്പിന് മോശമായ കാര്യങ്ങളാണ് പറയുന്നതല്ല. അങ്ങ് കർഷകന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങ് അതെല്ലാം നോക്കേണ്ട കാര്യമാണ്. മോശമായത് ചെയ്യരുത്, കലഹവും ബഹളവും ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അങ്ങേപ്പോലുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. കർഷകനെ കുറിച്ച് പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞു. ശ്രീ പ്രഭാകരൻ സർ, ഇനി ഒരു തവണ കൂടി അധികാരത്തിന്റെ പുറത്തിരിക്കേണ്ടി വന്നാൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് UDF-കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട വിഭ്രാന്തി നിയമസഭയിൽ ഇപ്പോൾ കാണിക്കുകയാണ് സർ. ഇത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് വിഭ്രാന്തി കാണിച്ചിട്ട് അത് ശരിയല്ല. ഇത് നിങ്ങൾ അവിടെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ നെല്ലെടുപ്പുമായി ബന്ധപ്പെടുത്തി PRS-ന് പണം കൊടുക്കുന്ന തീരുമാനമെടുത്തത് നന്നായി. പക്ഷേ അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ, സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉടൻ ഇറക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് മാത്രമല്ല, ഇവിടെ പാക്സിനെ സാമ്പത്തികപരമായി സഹായിക്കാൻ കേരള ബാങ്കിനെയും മറ്റും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സാർ, ഇത് നമ്മുടെ ഈ നിലവിലുള്ള സംഭരണ രീതികളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ സാർ. മാറ്റം വരുത്തുന്ന പറഞ്ഞാൽ ഈ ബില്ലുകൾ എടുക്കുന്നു, അതിൻ്റെ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് പാക്സുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പുതിയ പണ്ടുണ്ടായിരുന്ന രീതിയാണെന്ന് പറയുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം തൃത്താലയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് തൃത്താലയിൽ നിന്ന് നെൽകൃഷിക്കാരുടെ കാര്യത്തിന് മന്ത്രി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തു സാർ. ഞങ്ങൾ ഈ തൃത്താലയായാലും പാലക്കാടായാലും ചിറ്റൂരായാലും തൃശ്ശൂരായാലും ആലപ്പുഴയായാലും കൃഷിക്കാരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ കൂടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നെല്ല് വന്നിട്ടുണ്ട് സാർ. അവിടുത്തെ കൃഷിക്കാരെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്ത് ബഹളം ഉണ്ടാക്കിയാലും കൃഷിക്കാരാണ് സാർ ഇത് മനസ്സിലാക്കുന്നത്. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ സാർ, സംസ്ഥാനത്തെ നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും ലോകത്ത് 5 ലക്ഷത്തോളം വരുന്ന നെൽവിത്തിനങ്ങളിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ വിശേഷിച്ച് വൈപ്പിനിൽ കൃഷി ചെയ്തു പോരുന്ന പൊക്കാളി കൃഷിയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊക്കാളിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും മാർക്കറ്റിംഗ് ചെയ്യാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നും തുടർന്ന് ധനകാര്യ വകുപ്പ് എന്തെല്ലാം സാമ്പത്തിക പിന്തുണയാണ് നൽകാൻ പോകുന്നതെന്നും വിശദീകരിക്കാൻ സാധിക്കുമോ? സാർ, കേരള ബ്രാൻഡ് പ്രത്യേകിച്ചും ചില സ്ഥലത്ത് ജിയോ ടാഗിങ്, പൊക്കാളി പോലെയുള്ളതിൻ്റെ മെഡിസിനൽ വാല്യൂവും ഹെൽത്ത് വാല്യൂവും ഒക്കെ കാണിക്കുന്ന തരത്തിലേക്കുള്ള നല്ല ക്യാമ്പയിനുണ്ട്. അതിന് പ്രത്യേക സ്കീമുകൾ കൃഷി വകുപ്പിൻ്റെ തന്നെ ഉണ്ട് സാർ. അത് ഇനി ശക്തിപ്പെടുത്തി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും സാർ.